നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും അതിൽ എന്താണ് ടേസ്റ്റ് ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ കഴിക്കല്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ടേസ്റ്റുള്ള ഫുഡിനോടായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മളിത് സിമ്പിളായിട്ട് നമ്മളെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളാരും ഇതുപോലെ ആയിരിക്കില്ല മേ ബി ഉണ്ടാക്കുക. ഞാനും ഉമ്മാണ് കേട്ടോ മെയിനായിട്ട് ഇതിൻ്റെ കുക്ക്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉമ്മമാരെ ഫുഡ് അവരെങ്ങനെ വെക്കുകയാണെങ്കിലും നമുക്ക് അത്രയധികം പ്രിയപ്പെട്ട ഫുഡായിരിക്കും അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾ അവരെത്ര സിമ്പിളായിട്ടാണെങ്കിലും വെക്കുക, നമ്മൾ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് വെക്കുന്ന സമയത്ത് ടേസ്റ്റ് വൈസ് ആകെപ്പാടെ മാറ്റമായിരിക്കും അല്ലേ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പല വീഡിയോസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ഉമ്മ വെച്ച ഉമ്മാൻ്റെ റെസിപ്പിയാണ്, പക്ഷേങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അത്രയധികം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. അത് ശരി തന്നെയാണ് കേട്ടോ. ഉമ്മാൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മേ ബി അതിൻ്റെ വില മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മേ ബി അത് കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും പ്രവാസികൾക്കും ആയിരിക്കും ഉമ്മാൻ്റെ ആ ഒരു കൈപുണ്യത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ ഫുഡ് നമ്മൾക്ക് തരുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഉമ്മ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പലരും പറയാറില്ല, ചിലർ പറയാറുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അത്രയും പ്രിയപ്പെട്ട് നമുക്ക് അവർ വിളമ്പി തരുന്ന സമയത്ത് അവരുടെ സ്നേഹവും എല്ലാം കൂടി മിക്സ് ചെയ്തത് കൊണ്ടായിരിക്കാം അതിനത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പക്ഷെങ്കിൽ എന്നാൽ എന്താ പറയുക, അവരുടെ ആ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എവിടെ പോയാണെങ്കിലും നമുക്ക് മിസ് ചെയ്യാറുണ്ട്. പല ഹോട്ടലുകളിലും നമ്മൾ പോയി ഫുഡ് കഴിക്കുന്ന സമയത്തും അത് അത്രയും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാലും നമ്മൾ വീട്ടിൽ വെക്കുന്ന നമ്മുടെ ഉമ്മാൻ്റെ ആ ഒരു ഫുഡിനോട് ഒന്നിനെയും നമുക്ക് ഉപമിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഉമ്മാൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റാണ്, എല്ലാവർക്കും അത്രയ്ക്കും പ്രിയപ്പെട്ട ഫുഡായിരിക്കും. ഈ വീഡിയോ കാണുന്നവർ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ ഉമ്മാൻ്റെ ഫുഡ് പ്രിയപ്പെട്ട ഫുഡായിട്ട് കരുതുന്ന ആൾക്കാർ? അവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.